സിറ്റി ട്രെയിനിങ് കോളേജ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ രണ്ടാമത്തെ ഫീൽഡ് വിസിറ്റ് ആയിരുന്നു ഇത്. സയൻസ്, പ്രവൃത്തി പരിചയം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഫീൽഡ് വിസിറ്റ് പോയത്. 15/1/2025 ആദ്യമായിട്ട് മിസ്സ് ഇങ്ങനെ ഒരു ഫീൽഡ് വിസിറ്റുള്ള കാര്യം ക്ലാസ്സിൽ അനൗൺസ് ചെയ്യുന്നത്. എക്സാംസ്, പബ്ലിക് എക്സാം, ESA സബ്മിഷൻസിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് തന്നെ വലിയ ഒരു ശ്രദ്ധ അതിൽ കൊടുക്കാൻ ഇല്ലെങ്കിലും പ്ലാനിങ്സും കാര്യങ്ങളും തന്നെ നടന്നു പോയിരുന്നു. ഫണ്ടും കാര്യങ്ങളും 600 രൂപയാണ് ചാർജ് എന്നുള്ള കാര്യങ്ങളെല്ലാം മിസ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻസും പറഞ്ഞിരുന്നു. പ്ലാനറ്റോറിയം, അതുപോലെ തന്നെ സോപ്പ്, കേരള സോപ്പ്, ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായിട്ടുള്ള കേരള സോപ്പ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് മോസ്റ്റ് എക്സൈറ്റഡ് വൺ, കാലിക്കറ്റ് ബീച്ച്. ഇത്രയും ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഫീൽഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ 18-ാം തീയതി ഒരു മീറ്റിംഗ് നടക്കുകയും അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. സ്റ്റുഡൻറ്റ് കൺവീനറായിട്ട് തസ്നീം ബീഗത്തിനെയും ഷഹനാസിനെയും തിരഞ്ഞെടുത്തു. ദെൻ ഫുഡ് കമ്മിറ്റി ആയിട്ട് ഫഹദ്, തബ്ഷീർ, ഹന ഹാരിസ്, റിയ ഷെറിൻ, റിസാന PP, ഫഹീം, അശ്വന്ത്, ഫാത്തിമ, ദെൻ ഷഹല മോൾ, ജസ്ന ജവാദ് എന്നിവരെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. ഡിസിപ്ലിൻ കമ്മിറ്റിയായിട്ട് ആദിത്യ, ഹൃദ്യ, സുമയ്യ, ഹസ്ന എന്നിവരെയും തിരഞ്ഞെടുത്തു. ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റിയായിട്ട് നുവൈർ, മാജിദ, മൈമൂന, ദീപിക, ഷമീമ മോൾ എന്നിവരെയും ഡോക്യുമെൻറ്റേഷനായി ഫർസാനെയും മുസ്ന ജബിയെയും തിരഞ്ഞെടുത്തു. ഓരോ കമ്മിറ്റിക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു തരികയും മൊത്തത്തിൽ എങ്ങനെ ആയിരിക്കണം ട്രിപ്പ് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ തരികയുണ്ടായി. കറക്റ്റ് 7:30 എന്ത് ചെയ്യണം, ആൽത്തൂർപടി എത്തണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി തന്നെ എന്ത് ചെയ്തു, മീറ്റിംഗ് പിരിച്ചുവിടുകയുണ്ടായി. ഫീൽഡ് വിസിറ്റിൻ്റെ തലേ ദിവസം വരെ പബ്ലിക് എക്സാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം എല്ലാവരും മൈൻഡിൽ നിന്ന് വിട്ടുപോയിരുന്നു. എന്നാലും ഒരു രാത്രി വെച്ചിട്ട് എന്ത് ചെയ്തു, ഡോക്യുമെൻറ്റേഷൻ ടീം നല്ല രീതിയിൽ തന്നെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയും അതെല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞിരുന്ന ടൈം എല്ലാവരും കൃത്യമായിട്ട് ഏരക്കിന് എത്തിയിരുന്നുണ്ടെങ്കിലും കൂടി ആൽത്തൂർപടിയിൽ നിന്ന് ബസ് എടുത്ത് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് 8:10 കൃത്യം 9:50 ആയപ്പോഴേക്ക് ഞങ്ങൾ പ്ലാനറ്റോറിയം എത്തിച്ചേരുകയുണ്ടായി. യാത്ര, അത് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അതെപ്പോഴും ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബസ്സിലെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് 9:30 ആകുമ്പോഴാണ് ഞങ്ങൾ പ്ലാനറ്റോറിയം എത്തുന്നത്. 9:50 ഞങ്ങൾ പ്ലാനറ്റോറിയം എത്തിച്ചേരുന്നത്. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സൊക്കെ എന്തായിരുന്നു, അവിടെ പാർക്കിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് അവിടെ ഓൺ ടൈം അവിടെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3D ഷോ, ആകാശക്കാഴ്ച, ഇങ്ങനെ 2 ഷോയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 11 മണിക്കായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഷോ, 3D ഷോ. എല്ലാവർക്കും എന്തായിരുന്നു, പ്രത്യേക രൂപകൽപ്പന ചെയ്തിരുന്ന പോളറൈഡ് ക്ലാസ്സുകൾ തന്നിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് ദെൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 3D ആയിട്ട് ശരിക്കും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ദെൻ 3D ഷോ മാത്രമല്ല, അവിടെ ഒരുപാട് സയൻസിൻ്റെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ സയൻസിൻ്റെ എക്സ്പെരിമെൻറ്റ്സൊക്കെ ഓരോരോ ഡിവിഷൻസ് ആക്കിയിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അതൊക്കെ നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ദെൻ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ നക്ഷത്ര ബംഗ്ലാവാണ്. 11:30 ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഷോ. നക്ഷത്രയും ഗ്രഹങ്ങളെയും കുറിച്ച് ചെറിയൊരു പ്രദർശനം അവിടെ നടന്നു. പക്ഷേ ചെറുതാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ 11:50 ആയിരുന്നു അവിടുത്തെ ഷോ ലാസ്റ്റ് അവസാനിച്ചത്. ദെൻ ഞങ്ങൾ
12 മണി ആയപ്പോഴേക്കും ഫുഡ് കഴിച്ചു. വെള്ളിയാഴ്ച ആയിരുന്നു, ജുമക്ക് പോകേണ്ട ആളുകളുണ്ടായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഫുഡ് കഴിക്കുകയുണ്ടായി. അവസാനമായിട്ട് പ്ലാനറ്റോറിയം വന്നത് 1 വർഷം കൂടി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ഒന്നുകൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ യാത്ര ഹെൽപ്പ് ചെയ്തിരുന്നു. ദെൻ ഞങ്ങൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ സോപ്പ് ഫാക്ടറിയിൽ 2:35 കൂടിയാണ് ഞങ്ങൾ സോപ്പ് ഫാക്ടറിയിൽ എത്തുന്നത്. ഫാക്ടറിയിലെ ഒരു ഉദ്യോഗസ്ഥന് സോപ്പ് എന്താണെന്നുണ്ടും സോപ്പിൻ്റെ എന്തൊക്കെയാണ് സോപ്പ് ചെയ്യുന്നത്, എന്തിനാണ് സോപ്പ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ക്ലാസ് എടുത്ത് തരും, ഞങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ പൊതു സ്വത്ത് എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചും അയാൾ സർ സംസാരിക്കുകയുണ്ടായി. then അതിൻ്റെ സോപ്പ് ഫാക്ടറിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങളിൽ അധിക പേരും ഒരു സോപ്പ് ഫാക്ടറി ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ സ്റ്റെപ്സും നല്ല രീതിയിലാണ് ഞങ്ങൾ വാച്ച് ചെയ്യുകയുണ്ടായി. അതിന് ശേഷം ഞങ്ങൾക്ക് അവിടുന്ന് സോപ്പ് വാങ്ങാനുള്ളൊരു അവസരം അവർ തന്നിരുന്നു. അതുപോലെ തന്നെ സഫാനും ദീപികയും ക്ലാസ് എടുത്ത സാർക്ക് നന്ദിയും പറയുകയുണ്ടായി. then the last destination was beach. 4:30 ഞങ്ങൾ ബീച്ചിലെത്തുന്നത്. ബീച്ചിലെത്തുന്നതിന് മുമ്പ് സാറുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. വെറുതെ അവിടെ ഇവിടെ അലഞ്ഞ് നടക്കരുത്, കറക്റ്റ് ടൈമിന് കയറണം. 6 മണി വരെയാണ് ഞങ്ങൾക്ക് ടൈം അനുവദിച്ചത് എന്നുണ്ടെങ്കിൽ കൂടി 6:30 വരെ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നു. കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾ ബീച്ചിലിറക്കിയത്. ഏറ്റവും എൻജോയ് ചെയ്തത് എന്ന് പറയുന്നത് ബീച്ചിൽ വെച്ചിട്ടാണ്. ഒരുപാട് റീൽസ് എടുത്തു, ഒരുപാട് ഫോട്ടോ എടുത്തു, എല്ലാവരും ഒരുമിച്ചിരുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയുണ്ടായി. ഒരുപാട് ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, ലൈഫിൽ ഏറ്റവും ചെറിഷ് ചെയ്യാൻ പറ്റിയ കുറച്ച് മൊമെൻറ്റ്സ് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത് 6:00 കൂടി എല്ലാവരും ബീച്ചിൽ നിന്നും പാക്കപ്പ് ചെയ്യുകയും ബസ് കയറുകയും ചെയ്തു. ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഓരോരുത്തർക്കായിട്ടും ഇറങ്ങാനുള്ള സ്റ്റോപ്പുകൾ പറയണം എന്നുള്ളത് മിസ് ആദ്യമേ പറഞ്ഞിരുന്നു. കോഴിക്കോട് തുടങ്ങി ആലത്തൂർപ്പടി വരെയുള്ള യാത്ര ഭയങ്കര രസകരമായിട്ട് ബസ്സിൽ നിന്നാണെങ്കിലും ഫോട്ടോസും ഡാൻസും റീൽസും ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. എക്സാം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടെൻഷന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. നന്നായിട്ട് ഞങ്ങൾ ഓരോരുത്തരും കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുറച്ചല്ലേ ടൈം കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഫസ്റ്റിലെ ഫീൽഡ് വിസിറ്റിനേക്കാളും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നത് ഈ കുറച്ച് ടൈം ഉണ്ടായിരുന്ന കോഴിക്കോട്ടേക്ക് പോയ ഫീൽഡ് വിസിറ്റ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി, കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. അതുപോലെ ലൈഫിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഫീൽഡ് വിസിറ്റ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.